ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മുടെ എല്ലാവരുടെയും ഡ്രീം ജോബുകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ISROയിൽ പ്രവേശനം നേടാം. അതിനു വേണ്ടിയുള്ള ഒരു അടിപൊളി അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ ബി.ടെക് ഒക്കെ പഠിക്കുന്നവരുണ്ടാകും, അതുമല്ല എങ്കിൽ MTech പോലുള്ള ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ IITI ഡിപ്ലോമ കോഴ്സുകൾ, പോളിടെക്നിക് ഉൾപ്പെടെയുള്ള ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൽ 40,000 രൂപ വരെ സാലറിയിൽ ISROയിൽ ചേരാനുള്ളൊരു സുവർണ അവസരമാണ്. അപ്പോൾ അതിലേക്ക് വഴിതെളിക്കുന്ന ഇന്റേൺഷിപ്പാണ് ഏറ്റവും വലിയൊരു കാര്യം. ISRO പോലുള്ള ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഈ പറഞ്ഞ സാലറിയിൽ അത്യാകർഷകമായ പാക്കേജിൽ ചേരുവാനുള്ള മറ്റ് നടപടിക്രമങ്ങളും ഉണ്ട്, ചെറിയ ടെസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഇന്റേൺഷിപ്പിന് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നാണ്. നിങ്ങളുടെയൊക്കെ തലവര മാറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഡ്രീം ജോബിലേക്കുള്ള ഒരു എൻട്രി പാസ് ആണ് ഈ ഒരു ISROയിലെ ഇന്റേൺഷിപ്പ്. ഏറ്റവും പുതുതായിട്ട് വിളിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആണ്. ഒക്ടോബർ 1 വരെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസിനും മറ്റ് അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് മറക്കേണ്ട ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും വിധ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് റിപ്ലൈ തരും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മടിക്കേണ്ട. സോ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ വന്നിരിക്കുന്നത് ISROയുടെ നേരിട്ടുള്ള എക്സ്റ്റേണൽ സ്റ്റുഡൻറ് ഇന്റേൺഷിപ്പിന്റെ ഒരു വിജ്ഞാപനമാണ്. അതിൽ ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാവിധ കാറ്റഗറിക്കും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. എൻ്റെ ഒരു അഗ്രഗേറ്റ് ഓഫ് മിനിമം 60% ഓർ CGPA 6.32 എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ് അവർക്ക് ഇതിലെ എൻട്രി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മിനിമം നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൽ ഇതുവരെ CGPA 6.32 ഉണ്ടാകണം. ഫസ്റ്റ് ഇയേഴ്സിന് പറ്റില്ല, +2 ക്വാളിഫിക്കേഷനും പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിടെക് ഉൾപ്പെടെയുള്ള ഡിഗ്രി ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷൻസ് വേണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ബിടെക് ആണെങ്കിൽ 6th സെമസ്റ്റർ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MTech ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. BSCയോ ഡിപ്ലോമയാണോ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അത് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. PhD MSc ഹയർ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കൺഫർമേഷൻ ലെറ്ററും എല്ലാം എന്താണ് നിങ്ങളുടെ മെയിൽ വഴി വരും. അതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്, അവരുടെ ഒഫീഷ്യൽ പോർട്ടലിൻ്റെ ഇന്റേൺഷിപ്പ് പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇത് തുടങ്ങുന്നത് 1 ജനുവരി, അതായത് ജനുവരി 1 തീയതി 2026 മുതലാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തുടങ്ങുന്നത്. പലർക്കും പല ദിവസങ്ങൾ, അതായത് ഡ്യൂറേഷൻ ഓഫ് ഇന്റേൺഷിപ്പിലെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ CV-യിൽ ISROയുടെ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ തന്നെ ISROയുടെ ഇന്റേൺഷിപ്പ് ചെയ്താൽ തന്നെ അവിടെ പിന്നീട് ജോബ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അതർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് based on expertise, project, facility and suitability of student course to the work carried out to the respective center എന്ന രീതിയിലാണ്. The project trainees intern shall not be eligible for the accommodation facility during the internship in ISRO. അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നോക്കേണ്ടി വരും. LP സർട്ടിഫിക്കറ്റ്, വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രോജക്ട്സ് ട്രെയിനിങ്ങിന് ഓൺ ദി കംപ്ലീഷൻ, സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് ദെയർ പ്രോജക്ട്സ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. ഡിഗ്രി സ്റ്റുഡൻസിനായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കായിക്കോട്ടെ, ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ മടിക്കേണ്ട. എല്ലാവിധ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.